ഒരു 2-3 ലെയറാണ് കിണർ. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ മൊത്തം അടിച്ച് ചന്നം ചിഹ്നം ചെതറി പോകുന്ന സെറ്റപ്പാണ്. താങ്ക് യു. അത് ഏറ്റുവാങ്ങുക. താങ്ക് യു. വളരെ വളരെ സന്തോഷം. പറഞ്ഞില്ലേ, നമ്മളിത് മഹത്വരമുള്ള കാര്യമൊന്നുമല്ല, എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായത്. ഞാൻ നേരത്തെ ഫയർഫോഴ്സിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ഇച്ചിരി എക്സ്പീരിയൻസ് കൂടെ അതിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് മുമ്പിൽ ഞാൻ ഇന്നലെയുള്ളവരുടെ വന്നെല്ലാം പറഞ്ഞ പോലെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക. പോലീസ് ആയാലും ഫയർഫോഴ്സ് ആയാലും ഒരൊറ്റ ആപ്തവാക്യം. ആ ജീവൻ നമ്മളെ മുമ്പിൽ പൊലിച്ചിട്ട് പിന്നെ ജീവന് സംരക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞൊരു ആപ്തവാക്യമായിട്ട് നടന്നിട്ട് കാര്യമില്ല. ആ ഒരൊറ്റ ചിന്തയാണ് നമുക്ക് വന്നത്. പിന്നെ ഈ പറഞ്ഞ ഇത്രയും പ്രായമുള്ള അമ്മച്ചി എന്ത് വിഷമമായാലും അവരെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത്. ഈ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ പറയുന്നല്ലേ, പുത്തൂര് നല്ല നാടാണ്. അതുകൊണ്ട് അനർത്ഥങ്ങൾ വളരെ കുറച്ചേ നടക്കാറുള്ളൂ. അതില് വളരെ സന്തോഷം. നാട് ഒരുമിച്ച് നിൽക്കുകയും നമ്മൾ പറയുന്ന കേൾക്കുന്ന നാട്ടുകാരുള്ളത് കൊണ്ടും വളരെ സന്തോഷമായിട്ട് ഇവിടെ ജോലി ചെയ്ത് പോകാൻ പറ്റുന്നു. ഏറ്റവും സന്തോഷം. ഈ എന്റെ വീട് അടുത്ത് തന്നെ, ഇരുമ്പനിങ്ങാണെന്ന് പറയും, ഇവിടുന്ന് 12 കിലോമീറ്റർ. ഏറ്റവും സന്തോഷമായിട്ട് ജോലി ചെയ്ത് പോകാൻ പറ്റുന്നു. കഴിഞ്ഞ 3 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഞാനിവിടെ ഉണ്ട്. ഏകദേശം എന്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടുകാരെയൊക്കെ ഏകദേശം എനിക്കറിയാം. വീട്ടുകാരും വീട്ടുപേരും ഉൾപ്പെടെ ആൾക്കാരെ ഉൾപ്പെടെ എനിക്ക് വ്യക്തമായി പേര് പറഞ്ഞ് പറയാൻ അറിയാം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. ഇന്ന കാര്യം ആളെ വിളിച്ചു പറയും. ഇപ്പം രാജു എന്ന് വിളിച്ചു പറയുമ്പം രാജുവിന്റെ ചിന്ത വരും, സാറിന് അറിയാമല്ലോ എന്ന് ചിന്ത വരും. അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അവർ കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സുള്ളവർ കാണിക്കും. അതും വലിയ സന്തോഷം. പൊതുപ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും എല്ലാം അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരിങ്ങോട്ട് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ജയേഷ് ടെസ്റ്റ് എഴുതി, PSC എഴുതി, SI കിട്ടി. പക്ഷേ പ്രൊമോഷൻ ഒരു കൊല്ലത്തിനുള്ളിൽ കാണും. പ്രൊമോഷനായി മാറും. ഫയർഫോഴ്സ് ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഒത്തിരി സൗഹൃദങ്ങളുള്ള ഡിപ്പാർട്ട്മെന്റ്, ഒരു കുടുംബം പോലെ കഴിയുന്ന ഡിപ്പാർട്ട്മെന്റ്. അത് പോലീസ് വന്നാൽ നമുക്ക് വലിയ സൗഹൃദങ്ങളാവും. അവരെല്ലാവരും വൈകിട്ട് ഇപ്പൊ വരുന്നുണ്ട്. ഒന്നുമില്ല, അവരൊരു ദിവസം ചെയ്യുന്ന പണി പോലും ഇത് യഥാർത്ഥമായില്ല. അവർ ഇതിൽ വലിയ, നമ്മളൊക്കെ ആ സമയത്തുള്ള വലിയ റിസ്ക് ഉള്ള പണികളാണ് ചെയ്തിട്ടുള്ളത്. കുണ്ട്രയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുണ്ട്രയായിരുന്നു ഒരു 9 കൊല്ലം. അവിടെ നിന്ന് പറഞ്ഞാൽ 150-160 അടിയാണ് കിണർ. ഒരു 2-3 ലെയറാണ് കിണർ. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ മൊത്തം അടിച്ച് ചന്നം ചിഹ്നം ചെതറി പോകുന്ന സെറ്റപ്പാണ്. ഇതെന്ന് പറഞ്ഞല്ലേ, നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അതിനകത്തൊരു ഹനുമാൻ കോവിലിൽ ഒരു വിളി വന്നു. തൊഴിലുകൊണ്ടുവന്നവരാണോ അതോ അവിടുത്തെ പൂജാരിയാണോ? വിളിച്ചിട്ട് പറഞ്ഞു, സാറേ താഴെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്, ഒരു അമ്മച്ചി എനിക്ക് പോയതാന്ന് തോന്നുന്നു. ഞാനിവിടെ പറഞ്ഞു എന്തോ ഒരു സംഭവം ഉണ്ട്, ഞാൻ നോക്കി വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇറങ്ങി അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരാള് വീടിന്റെ പുറകെ ഇരുന്ന് ഒരാൾ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട്. ഈ അമ്പലത്തിന് തൊട്ട് താഴെ അങ്ങനെ ജീപ്പ് മേളിലൊക്കെ നമ്മൾ ഇറങ്ങി ചെന്നു. അന്നേരം കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരാളെ കിണർ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അതിനകത്താണ് പറയുന്നത്. അപ്പം കിണർ കാണാൻ പറ്റില്ല, മൊത്തം കാട് മൂടി കിടക്കുക. ഈ കാടെല്ലാം കൂടെ പകഞ്ഞു മാറ്റി നോക്കിയപ്പോൾ അമ്മച്ചി മേളിലുണ്ട്. നമ്മൾ പറഞ്ഞ് ഫയർഫോഴ്സിനെ വിളിച്ച് ആംബുലൻസ് വിളിച്ച് നമുക്ക് എടുത്ത് കൊണ്ടുപോകാം എന്നുള്ളത് നോക്കിയപ്പോഴാണ് ഇവരെ നോക്കിയപ്പോൾ ഈ ഇത്രയും ഭാഗമുള്ള മേളിൽ കിടക്കും, ബാക്കിയെല്ലാം താഴ്ന്നു കിടക്കും. അവരുടെ കൈയുടെ വിരളം എന്തോ എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ സൈഡിലവിടെ തട്ടിയിരിക്കുവാന്ന് തോന്നുന്നു. ഈ തൊടിയിലെന്തോ തട്ടിയിരിക്കുക. അതുകൊണ്ടായിരിക്കണം അവർ പൊങ്ങി നിന്നത്. വയറ് നല്ല വീങ്ങിയും കിടക്കുക. പിന്നീട് എടുത്തപ്പോൾ അവര് മൂക്കിന്റെ അടുത്ത് ഇങ്ങനെ കുമളകൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേറെ ഒന്നും വരാൻ വഴിയില്ലല്ലോ. മൂക്കിനോട് കുമള വരുന്നെങ്കിൽ ചിലപ്പോൾ ശ്വാസം എടുക്കുന്നുണ്ടാവാം എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഇറങ്ങാൻ നമുക്ക് ജീവനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ ഇരുന്ന് കരഞ്ഞവന് ഒന്നും വയ്യ. സാറേ എനിക്ക് കൈയും കാലും അനങ്ങുന്നില്ല, എന്റെ അമ്മ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുക. എത്രയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ 2-3 സ്റ്റെപ്പ് ഇറങ്ങി 3-4 തൊടിയുള്ളൂ നല്ല തൊടി. താഴോട്ട് നിന്ന് അതിനകത്ത് ഏറ്റവും പ്രശ്നം ഈ മേളിൽ നിന്ന മരത്തിന്റെ ഇതിന്റെ എല്ലാം കൂടെ വേരുകൾ താഴോട്ട് കിടക്കുക. ഈ തൊടിക്കകത്ത് അതെല്ലാം ഇങ്ങനെ പിടിച്ച് ആ വേരിനെ പറിച്ച് കളഞ്ഞാൽ നമുക്ക് അവിടെ ചവിട്ടാ സ്ഥലമുള്ളൂ. ഈ പറിക്കുന്നതനുസരിച്ച് തൊടി ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ 4 തൊടി ഓക്കെ ആയിരുന്നു. 5ാമത്തെ തൊടിയൊക്കെ ആയപ്പോഴത്തേന് ഇടിഞ്ഞു തുടങ്ങി. പിന്നെ ഒരു പരുവത്തിന് തള്ളവരിൽ വെച്ചാൽ താഴെ വരയ്ക്കുമ്പോൾ താഴെ നിൽക്കാൻ പറ്റും. ഭയങ്കര തെറ്റല. വെള്ളത്തിന് മുകളിൽ കാല് വെച്ചാൽ തെന്നി അങ്ങ് മാറിപ്പോവുക. അവിടെ ഈ മോട്ടറിന്റെ പൈപ്പുണ്ട്. ആ പൈപ്പിന്റെ കീഴിലോട്ടൊരു വിരൽ കയറ്റി വെച്ച് അത്യാവശ്യം കാല് മാക്സിമം കവച്ച് അവിടെ ഒരു ചെറിയ കുഴി പോലെ ഉണ്ട്. അതിനകത്തൂടെ കാല് തള്ളി കയറ്റി വെച്ച് നിന്നാ. ഇനി അമ്മയെ പൊക്കിയ സമയത്ത് പോയിന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചത് കാരണം മൂക്കിന്ന് ആ കുമള വരുന്ന പിന്നാനൊക്കെ ഒന്നുമില്ല. പിന്നെ നെഞ്ചത്ത് 2 ഇടിയെ കൊടുത്ത് പതുക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ വായിന്ന് കുറെ കൗട്ടി, മൂക്കിന്ന് കുറെ പുറത്തിയായി. പിന്നെ ഒരു ഏമ്പക്കം പോലെ ഒരു വിളിയും വിളിച്ചു. അങ്ങനെ മനസ്സിലായി അനക്കം ഉണ്ടോ എന്നുള്ളത് കിട്ടി. പിന്നെ നമ്മൾ പതുക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് നിന്നുവാ. എന്തോ പറ്റിയതാ, ഇങ്ങനെ പറ്റിയതാ, എന്തുവാണ് അമ്മയെ കൊണ്ടുപോകാൻ രക്ഷപ്പെടുക്കും. പക്ഷെ അവർക്ക് അനക്കമൊന്നുമില്ല. കണ്ണ് ഇങ്ങനെ മയങ്ങി തന്നിരിക്കുകയാണ്. വേറെ അനക്കമൊന്നുമില്ല. പക്ഷേ
അപ്പോഴത്തേന് എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ കാല് വെച്ച് ഞാനങ്ങ് ഫ്രണ്ടിലോട്ട് ആയി പോയി അമ്മയുടെ കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ വയ്യ, മേളിൽ നിന്ന് കയറെന്തേലും ഇട്ടിടാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് എൻ്റെ ഉദ്യോഗസ്ഥർ അവിടുന്ന് ഒരു കയറെടുത്തിട്ട് ഞാൻ ആ വീട്ടിലേക്ക് കെട്ടിയാൻ കൊടുത്തു, മേളിൽ കൊടുത്തു. ഞാൻ അന്നേരം വീഴാതിരിക്കാനുള്ള സേഫ്റ്റിയായി. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അമ്മ കയ്യിലിരിക്കുന്ന കൈക്ക് വെയിറ്റ് ആയി. അമ്മയെ മാറ്റി കൈമാറാനൊക്കത്തില്ല, അവിടുന്ന് തിരിഞ്ഞറിഞ്ഞ് എടുക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു ഒരു റോപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഒരു റോപ്പ് ഇട്ട് അമ്മയുടെ ഇതിൽ കൂടെ കെട്ടിയാൻ കൊടുത്തു. അന്നേരം ഞങ്ങൾ രണ്ടൊരു സേഫ് ആയതാണ്. അപ്പോഴത്തേന് പറഞ്ഞാൽ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ട് തുടങ്ങി, സംസാരിക്കാൻ നോക്കുന്നില്ല, ഓക്സിജന്റെ ബുദ്ധിമുട്ട്, അപ്പോൾ നിൽക്കാൻ ബുദ്ധിമുട്ടാ, ഒന്നുകിൽ കയറണം അല്ലെങ്കിൽ ഞാൻ മറിയുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു ഇച്ചിരി വെള്ളം കോരി ഒഴിച്ചു, കിട്ടുന്ന വെള്ളം കോരി തലവഴി ഒഴിച്ചോളാം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ നാട്ടുകാരിലൂടെ കുറെ വെള്ളം കോരി തലവഴി ഒഴിച്ചു. എവിടെ നിന്നാണോ എന്തായാലും കുറെ വെള്ളം മേളി വന്ന് വീണു. അത് ഏറ്റവും ബുദ്ധിമുട്ട് ഈ ഉപയോഗിക്കാത്ത കിണറെന്ന് പറഞ്ഞാൽ മൊത്തം കമ്പും പൊളിയും ചെളിയും അഴുക്കും നിറഞ്ഞ കിണർ. ഇതിനകത്ത് അവർ മോട്ടർ അടിക്കുന്ന മാത്രമേ ഉള്ളൂ, ഇതിനകത്തോട് നോക്കാറ് പോലും ഇല്ല. അത് മൊത്തം നാശമായ ഒരു പ്രശ്നമാണ്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവര് ഒരു കസേര ഇറക്കി തന്നു, സാറേ കയറ്റെന്ന് പറഞ്ഞ് കസേര ഇറക്കി. പക്ഷേ ഈ അമ്മ ഇത്രയും മരിച്ചു കിടക്കുമ്പോൾ കിടക്കുവാണ്. അവര് കസേര ഇരിക്കണമെങ്കിൽ ഒന്ന് കയറ്റി, അവർക്ക് ഒന്നുകിൽ പോകാൻ വേണം, അല്ലെങ്കിൽ ആ പരുവത്തിന് കയറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞു കയറത്തില്ല, കസേര തിരിച്ച് കയറ്റിക്കോളാം. ഒരു 15 അടിയുള്ള ലാഡർ ഇറക്കി തന്നു. അന്നേരം അവർ പറഞ്ഞു സാറേ അത്രയും വെള്ളേ കാണത്തുള്ളൂ, സാറേ അതിനകത്ത് താഴെ കുത്തി നിർത്തി തരാം, കാല് കോരിത്ത് അതിനകത്ത് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ ഇറക്കോളാൻ പറഞ്ഞു. ഇറക്കി ലാഡറങ്ങ് താഴെ പോയി, എത്രയോ അടി താഴെ പോയി. ഞാൻ പറഞ്ഞു വലിച്ചോളാൻ പറഞ്ഞു, ഇനിയും നിൽക്കാൻ പറ്റത്തില്ല, വെള്ളത്തിനടിക്ക് പോയിട്ട് പിന്നെ കാര്യമില്ല, അതിനെയും വലിച്ചു കയറ്റി. ഞാൻ പറഞ്ഞു അത് വരുന്നവരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് ഫയർഫോഴ്സുകാർ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. ആരെങ്കിലും രണ്ടുപേരുടെ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് പേടിയാണ്. ഒന്ന് ഈ തൊടി ഇടിയും, ഇറങ്ങുന്ന ആളുടെ ചവിട്ടി ഏതായാലും ഇടിഞ്ഞാൽ എന്റെ തലയിലായിരിക്കും ഇതെല്ലാം അവിടെ വീഴും, ഞാനും അമ്മയും അറിയും. രണ്ടാമത് ഓക്സിജന്റെ കണ്ടന്റ് കുറവ്. എനിക്കും ഇവര് ശ്വസിക്കുന്നോന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ആ കിട്ടുന്ന വായു ഇച്ചിരിയേ ഉള്ളൂ, മറ്റേ അയാളോട് ഷെയർ ചെയ്യും. പിന്നെ ഞങ്ങൾ 3 പേരും മയങ്ങിപ്പോവും. ഞാൻ പറഞ്ഞത് വേണ്ട, സാധനം ഇറക്കിയോ, എത്രയും പെട്ടെന്ന് ഞാൻ കയറ്റി തരാം, കയറ്റിട്ട് എന്നെ ഇവിടെ വലിച്ച് കയറ്റിയാൽ മതിയെന്നു. അങ്ങനെ കയറ്റി അവർ പോയി. ഞാനോ റോപ്പിട്ട് അങ്ങ് മേളിൽ ചെന്നപ്പോഴത്തേന് തളർന്നു പോയി. ഒന്നാമത് ഇത്രയും നേരം വെച്ചിരുന്ന ഈ പണിയെടുത്ത് ഏറും ഇല്ല, ഇതോടായപ്പോഴത്തേനും മേളിൽ ചെന്ന് തളർന്നു പോയി. അപ്പോഴത്തേനും ഒരു ഇച്ചിരി നേരം ഒരു ബുദ്ധിമുട്ട് വന്നു. അത് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. ഇപ്പൊ ഒന്നാമത് പ്രാക്ടീസ് ഇല്ല, രണ്ടാമത് ഈ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് ഒരു അറിവുമില്ല, കിണർ ഇത്രയും മോശമാണെന്ന് അറിഞ്ഞില്ല. ഏറ്റവും പേടിച്ചത് അവിടെ നിന്നുള്ള ആൾക്ക് സാറേ ഇഴജന്തുക്കൾ വല്ലതും കാണുന്നു, ഈ കാട് പിടിച്ച് കിടക്കുന്നതിനകത്ത് പാമ്പോ ഇതോ വല്ലതും കാണുന്നുള്ളത്. ഈ പറഞ്ഞല്ലേ എന്റെ അമ്മയ്ക്ക് 74 വയസ്സാണ്. ഇതേ പ്രായമുള്ള ഒരാള് താഴെ കിടന്ന് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ മരിക്കേണ്ടി വന്നു. ആ വീട്ടിലുള്ള അമ്മ അവരുടെ തന്നെ വീടാൻ തോന്നുന്നു, താഴെയുള്ളൂ അവരുടെ തന്നെ വീട്, അവരുടെ വീട്ടിലെ ബന്ധുവാരമാണ്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്നും തിരക്കണം. കാരണം ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പോലീസിന്റെ ഭാഗം വരുന്ന അതാ. അവർക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അവരെ ഒന്ന് സംസാരിച്ച് ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ അതോ അല്ലെങ്കിൽ അവർക്ക് അടുത്തുള്ള സ്റ്റേജുകളോ ഒന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അത് 2 ദിവസം ഒന്ന് റിലാക്സ് ആവട്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു. അതിനുശേഷം ഒന്ന് യൂണിഫോമിലല്ലാതെ പോയവരൊന്ന് കണ്ട് സംസാരിച്ച് എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളതെന്ന് തിരക്കി കൃത്യമായിട്ട് അവർക്കൊരു കാര്യങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. സിയും നമ്മുടെ SHO പറഞ്ഞുകൊണ്ടിരിക്കും അതിനുള്ള സൗകര്യങ്ങൾ അടുത്തായിട്ട് ചെയ്യും. ഇന്നും നാളെ കൂടെ ഫ്രീ ആവട്ടെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ ചെന്നാൽ ഒത്തിരി ബന്ധുക്കളെ ആൾക്കാർ കൊണ്ടെന്ന് തോന്നും. അതുകൊണ്ട് ഈ 2 ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് അവരെ പോയി കണ്ട് സംസാരങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച് എന്തോ അവർക്ക് സപ്പോർട്ട് വേണ്ടത്, ഇനി ഒരു ചിന്ത ഇങ്ങനെ വരാത്ത രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അത്രയും റിസ്ക് എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ചെയ്തെല്ലാം വെറുതെ ആയിപ്പോയി. പക്ഷെ അത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾക്ക് വിവരം അറിഞ്ഞിട്ട് സാറിന് ഞാൻ പറഞ്ഞു ആദരവ്, ഞാൻ പറയുന്ന കാര്യം അത് ആദരവിന്റെ ഒരു കാര്യമല്ല. കാരണം ഞാനല്ല, നിങ്ങൾ ആരെങ്കിലും ഒരു പക്ഷേ ചെല്ലുന്നെങ്കിലും എനിക്കിത് ഇറങ്ങാൻ നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫയർഫോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ കിണറ് നമ്മൾ പേടിച്ച് മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിന്നവരും പറഞ്ഞു സാറേ ഇറങ്ങണ്ട. ഒന്നാമത് എയർ സർക്കുലേഷൻ ഇല്ല, ഒന്നാമത് ഏഴെന്തുക്കളും എല്ലാം കാണുമെന്ന് അറിയത്തില്ല, മൂന്നാമത് തൊടി എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇറങ്ങണ്ട എന്ന് എന്റെ കൂടെ വന്ന നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു എന്റെ റിസ്ക് ആയാലും നമ്മൾ ഇറങ്ങി വരും, ജീവൻ നമ്മൾ മുമ്പിൽ പോകാനൊക്കത്തില്ല, ഇറങ്ങി നോക്കാം. പിന്നെ വരുന്നിടത്ത് വെച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ അന്നേരം വിളിച്ചോണ്ടാവും. ഞാൻ പകുതി ഇറങ്ങിയിട്ട് തിരിച്ചു കയറാമെന്ന് വിചാരിച്ചത്. കാരണം തൊടി ഇടിയുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇടിഞ്ഞ് താഴെ പോയാൽ എത്ര അടി വെള്ളം ഉണ്ടെന്ന് അറിയില്ല. പിന്നീടാണ് 25 അടി വെള്ളം ഉണ്ട് അതിനകത്ത്. ആ ലാഡർ 15 അടി ഉണ്ടായിരുന്നു, അത് മൊത്തത്തിൽ മുങ്ങിപ്പോയി. പിന്നെയും 10 അടിയോളം ഉണ്ട്. പിന്നെ അത് കൂടാതെ 15 അടി മേലോട്ട് ഉണ്ട്. നമ്മളിപ്പോ വെള്ളം കിടക്കാത്ത 15 അടി ഉണ്ട്. 10 അടി ഉള്ള കാഴ്ചയുള്ള കിണറാണ്. ദൈവഭാഗ്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാവരുടെയും പറയുന്നത് നമ്മളൊരു നിമിത്തമാണ്. അവിടെ അവർക്ക് മരിക്കാൻ സമയമായില്ല, നമ്മളവിടെ ചെല്ലാനുള്ള നിമിത്തമുണ്ട്. ഈ 2 കാര്യം കൊണ്ടാണ് ഇന്നലെ ആ സംഭവങ്ങൾ നടന്നത്. അതെ, സന്തോഷം. ഈ പറഞ്ഞല്ലോ നമ്മൾ ചിന്തിക്കാത്ത, അതിനകത്ത് പ്രധാനപ്പെട്ട ആളത് അയാള് വന്നിട്ടാണ് ഈ സാധനങ്ങൾ നമ്മളിത് അറിയുന്ന പോലും ഇല്ല. പുറത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറെ ദേഷ്യപ്പിടിയൊക്കെ ചെയ്തോണ്ടിരുന്നു. കാരണം ഈ കിണറ്റിൽ നിന്ന് കയറി വന്നിട്ട് പോലും ഈ അമ്മച്ചി ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ കിണറ്റിൽ നിന്ന് എടുത്ത് പുറത്താക്കിയിട്ട് പോലും ആരും കൊണ്ടുപോകാനില്ല പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്ക് വല്ലാത്ത വിഷമം. വണ്ടി ഇറങ്ങി വരാൻ ഒറ്റ ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടാനില്ല. പിന്നെ ഫയർഫോഴ്സിന് ജീപ്പിനകത്താണ് കൊണ്ടുപോയി. അങ്ങനെ 2 ബോളൊക്കെ വെച്ചിട്ട് ഞാൻ കയറി. അന്നേരം അങ്ങേരെ ഞാൻ നിൽക്കുന്ന ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു അവരുള്ളതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തൊക്കെ അറിഞ്ഞത്, ഈ ഒരു സംഭവം വന്നു എന്നുള്ളത്.
ഒത്തിരി ഒരു 40-45 മിനിറ്റ് ആയിട്ട് ഞാൻ അതിനകത്ത് നിൽക്കുക. ഈ പറഞ്ഞല്ലേ അത് കണ്ടാലേ നമുക്ക് മനസ്സിലാവും എന്താവുന്നത്. അത് ആ അവസ്ഥയല്ല, കാരണം അത് മൊത്തം മൂടിക്കിടക്കുന്ന അവസ്ഥകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മൊത്തം നമ്മുടെ കടയിൽ വന്ന് ഈ അമ്മയ്ക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ എനിക്ക് തൊട്ടപ്പോൾ ഒരു കടയുണ്ട്. അവിടെ വന്ന് ഇവര് മൊത്തത്തിൽ ഫ്രൂട്ട്സ് അങ്ങനെ ഐറ്റങ്ങളെല്ലാം മേടിച്ചു പറ്റില്ല. അല്ലാതെ ഞാൻ പറയാം, അത് നമുക്ക് വിശദമായിട്ടൊന്നേ അമ്മയെ ഒന്ന് കണ്ടിരുന്ന് സംസാരിച്ചേ പറ്റും. അത് 10-27 വയസ്സായി, ഇനി എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. അതിനൊന്ന് വിശദമായി സംസാരിച്ച് അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് ഉറപ്പായിട്ടും കൊടുക്കും. സർക്കുലേഷന്റെ കുറവ് കൂടുതൽ. അതാ ഞാൻ പറയാം, ചെന്ന് ഇറങ്ങിയ സമയത്ത് നമുക്ക് ആ ബുദ്ധിമുട്ട് തോന്നിയില്ല. തോന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. അന്നേരം ഈ ഇറങ്ങി വന്നതിന്റെ ഒരു ഊർജ്ജം നമുക്ക് ശരീരത്തിൽ ആരോഗ്യം ഉണ്ടല്ലോ ആ സമയത്ത്, അതുകൊണ്ടാണ് ഈ സർക്കുലേഷൻ കൂടുതൽ ബുദ്ധിമുട്ട് വരാത്തത്. പക്ഷേ നമ്മൾ ക്ഷീണിക്കുന്നതനുസരിച്ച് നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മൂന്നാമതൊരാളോട് ഇറങ്ങിയ സർക്കുലേഷൻ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒരാൾ ഇറങ്ങി ഓക്സിജൻ കുറയും, നമ്മൾ ഷെയർ ചെയ്യേണ്ട ഓക്സിജൻ കുറയും. അത് ഞാൻ പറയാം, അതൊക്കെ നോർമൽ. ഞാൻ പറഞ്ഞു, ഞാനെന്നുള്ള വ്യക്തിയല്ല, പോലീസുകാർ ഇഷ്ടംപോലെ ചെയ്യുന്ന പണികളായതല്ല. എന്റെ കൂട്ടുള്ള എസ്ഐമാരായാലും നമ്മുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരായാലും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ ഒരാൾ വന്നാൽ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, അത് 80% പോലീസുകാരല്ലേ അങ്ങനെ ചെയ്യുന്നുള്ളൂ, 20% മാറി നിൽക്കാൻ കാര്യം എന്താ? ഞാൻ അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, അത് പോലീസിനെ നിങ്ങൾ കാണുന്ന വീക്ഷണം കൊണ്ടാണ്. പോലീസിനെ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ കാണുന്ന മൊത്തം പോസിറ്റീവ് കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനെ ചിന്തിക്കുക, അയാൾക്ക് അവിടെ ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതേ ചിന്തിക്കത്തുള്ളൂ. അത് അയാളുടെ ജോലി അല്ലല്ലോ എന്ന് പറയത്തുള്ളൂ. പക്ഷേ അതെ അതെ അതെ, നമ്മൾ നിയമപ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് അതിന് മുകളിലൊരു മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ അമ്മ ഇതേ, ഞാൻ പറഞ്ഞേരത്തെ പറയുന്നത് 77 വയസ്സ് ഇതേ പ്രായമാണ്. എന്റെ അമ്മ ഇതുപോലെ എന്നാൽ ഞാൻ ഇനി എത്ര കിണറാണ് ഞാൻ ഇറങ്ങി, ഇനി ഒരു അബദ്ധത്തിൽ പെട്ടുപോയി, അതേ ഉള്ളൂ. അങ്ങനെ ഏതോ ഒരു അമ്മയുടെ ഏതോ ഒരു മകന്റെ അമ്മയാണത്. അതുപോലെ രക്ഷപ്പെടുത്താൻ ആ മകനില്ലാത്തത് നമ്മൾ ചെല്ലേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, പിന്നീട് ഞാൻ ആ വീഡിയോ കണ്ട് നിങ്ങൾ പറയുന്നത് അത് അങ്ങനത്തെ സാഹചര്യത്തോടെ ചെന്നിട്ട് 15 വർഷത്തെ സേവനം വളരെ പറയണം. അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് 2018 സർവീസ് വിട്ട ആളാണ് ഞാൻ. 2018 ഇതിലേക്ക് വന്ന ആളാണ്. ഫയർഫോഴ്സ് ഒക്ടോബറിൽ വിട്ടിട്ട് 2018 ഒക്ടോബർ ബാച്ചാണ് ഞാൻ എസ്ഐയിൽ. 2019 നവംബറിലാണ് മുഖ്യമന്ത്രിയുടെ മെഡൽ എനിക്ക് കിട്ടുന്നത്. ഒരിക്കലും സർവീസിലില്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ കൊടുത്ത ചരിത്രമില്ല ഇതേപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ്. ആദ്യമായിട്ടാണ് അങ്ങനെ വന്നത്. ഇപ്പോഴും കളിയാക്കി നമ്മുടെ കൂട്ടുകാർ പറയും, നീ 18 പോയെങ്കിലും 19 മെഡൽ നിനക്ക് കിട്ടിയെന്നും പറഞ്ഞു തമാശക്കെങ്കിലും പറയും. അത് ഒരു 10-30ഓളം പേരെ നമ്മളെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. 100-150ഓളം കേസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രക്ഷപ്പെടുത്താൻ ഒരു 10-30ഓളം കേസ് നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കിണർ കണ്ട് പേടിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ആദ്യം നോക്കിയാൽ കിണർ കണ്ട പേടിച്ചു പോകും. പിന്നെ റിസ്ക് ആണ് സംഭവം. നമ്മൾ അന്ന് ഈ ഫയർഫോഴ്സ് വന്നിലിറങ്ങുമ്പോൾ, ഫയർഫോഴ്സിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സോടെ ഇറങ്ങും. ഒരു ഗ്യാങ് ആണ് വരുന്നത്, ഒരു 8-10 പേര് കാണും. നമ്മൾ എങ്ങനെ പറ്റിയാലും അവർ തൂക്കി മേളി എത്തിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇതിപ്പം ഞാനും എന്റെ കൂട്ടത്തിൽ 2 പോലീസുകാരും ഉണ്ടായിരുന്നു. അവര് നമ്മളെ രക്ഷിച്ചോളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് താഴെ പോയത്. കൃത്യമായിട്ട് അവർ കൂടെ നിന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ടൊഴിക്കാനായാലും കൃത്യമായി റോപ്പ് എത്തിച്ചേരാനായാലും ഞാൻ പറയുന്നതനുസരിച്ച് എന്നെ ടൈറ്റ് ചെയ്ത് നിർത്താനും ലൂസ് ചെയ്ത് നിർത്താനും എല്ലാവരും കൃത്യമായി സഹായിച്ചുകൊണ്ടാണ് ആ സംഭവങ്ങൾ നടന്നത്. അല്ലെങ്കിൽ ഞാനും അന്നേം കൂടെ ഒരു പക്ഷേ രണ്ടുപേരും തീരുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു പോയാൽ അതൊരു വലിയ വിഷമായി. ഇപ്പൊ ഭയങ്കര താഴ്ചയില്ല. 25 അടി വെള്ളമുണ്ട്. 15 അടി മേളിൽ നിന്ന് 15 അടി താഴ്ചയിലാണ് നമ്മൾ വെള്ളം കാണുന്നത്. പിന്നെ 25 അടി താഴോട്ടുണ്ട്. അത്രയും താഴ്ച ഉണ്ടായിരുന്നു. അതെ അതെ ഞാൻ പറഞ്ഞേ, അവര് നല്ല വെള്ളം കുടിച്ചിട്ടുണ്ട്. മേളിൽ വന്ന വഴിക്ക് അവസാനത്തെ കയ്യിലാണ് എന്തോ ഒരു വിരളമെങ്കിലും മേളിൽ കാണും. അവരുടെ ഇത്രയും ഭാഗമുള്ളൂ മേളിൽ കിടക്കുന്നത്, ബാക്കിയെല്ലാം താഴ്ന്നു കിടക്കുവാണ്. ആ വിരളോ ഏതോ ഒരു ഭാഗം തൊടിയിലുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ നിൽക്കുന്നത്. അവസാനത്തെ ശ്വാസങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് വന്നപ്പോൾ ശ്വാസം എടുക്കുന്നില്ല. അതാണ് ഞാൻ പേടിച്ചത്. നമ്മൾ ഇത്ര ഇറങ്ങിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന്. പക്ഷേ മേളിൽ വന്ന് നമ്മൾ തന്നെ ഫസ്റ്റ് എയ്ഡ് അവിടെ നിന്ന് കൊടുത്തു. മേളിൽ വന്ന് ഫയർഫോഴ്സുകാരോടൊക്കെ നോക്കിക്കൊണ്ടുപോയപ്പോഴത്തേന് കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു. അവർ ഇന്നലെ വൈകിട്ട് തന്നെ ഡിസ്ചാർജ് ആയി. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതെ 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 അതും അതൊക്കെ അത്ഭുതമാണ്. അതൊന്നും ഇത്രയും ദൂരത്തിൽ അവര്, അതും അതെ പാലത്തിന് എത്രയോ കിലോമീറ്റർ ദൂരം ആറ്റിലൂടെ ഒഴിയാണ് അവർ അത് എത്തിയെന്നറിയും. അതൊക്കെ അത്ഭുതം സംഭവിക്കുന്ന. ഇത് ഈ അമ്മച്ചിയും പറഞ്ഞില്ലേ, ദൈവഭാഗ്യം അവർക്കുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും സമയം അവർ ആ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാനുള്ള ഒരു അവസ്ഥയൊന്നും അവർക്ക് കിട്ടത്തില്ല.